കഴിഞ്ഞ രണ്ട് ആയത്തുകളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അദാബിനെ കുറിച്ചൊരു ഓർമ്മപ്പെടുത്തൽ നടത്തിയതാണ്. ആമിൻതും മൻ ഫിസ് സമാഇ അൻ യഖ്സിഫ ബികുമുൽ അർള ഫഇദാ ഹിയ തമൂർ അം അമിൻതും മൻ യുർസില അലൈക്കും ഹാസിബൻ ഫസതഅലമൂന കൈഫ നദീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ കൊണ്ട് ഭൂമിയെ തകിടം മറിക്കും എന്നതും നിങ്ങളുടെ മേൽ അല്ലാഹു ചരൽമഴ വർഷിക്കും എന്നതും നിങ്ങൾ എന്താ പേടിക്കാത്തത്? അതിൽ നിങ്ങൾ നിർഭയരാണോ എന്ന് ചോദിച്ചതിന് ശേഷം പിന്നെ അല്ലാഹു വലഖദ് കദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം ഫകൈഫ കാന നകീർ. വലഖദ് നിശ്ചയം കദ്ദബ കളവാക്കിയിരിക്കുന്നു അല്ലദീന ഒരു വിഭാഗം മിൻ ഖബ്ലിഹിം അവരുടെ മുമ്പുള്ള ഒരു വിഭാഗവും കളവാക്കിയവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിക്കുകയാണ്. ഓരോ അമ്പിയാക്കൾ വരുമ്പോഴും കളവാക്കാനും പരിഹസിക്കാനും ട്രോൾ ചെയ്യാനും ഒരുപാട് ആളുകൾ ഉണ്ടാവും. ഇതിനു മുമ്പും കുറെ ആളുകൾ അമ്പിയാക്കളെ കളവാക്കിയവരും അള്ളാഹുവിനെ പരിഹസിച്ചവരും അള്ളാഹുവിന്റെ നിയമങ്ങളെ നിഷേധിച്ചവരുമൊക്കെയാണ്. ആ കളവാക്കിയ ആളുകളുടെ ചരിത്രം ഖുർആനിലുണ്ടല്ലോ. ആ കളവാക്കിയ ആളുകളുടെ ചരിത്രം അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. കളവാക്കിയ, പരിഹസിച്ച, ധിക്കരിച്ച മൂദേവികളൊക്കെ അള്ളാഹു കൈകാര്യം ചെയ്ത അവസ്ഥ അത് വളരെ വിശദമായി പറഞ്ഞതല്ലേ. ഫകൈഫ കാന എങ്ങനെയായിരുന്നു, അപ്പൊ എങ്ങനെയായിരുന്നു? നദീർ, നദീരീ എന്നാണ്. നദീർ, ആ കളവാക്കിയ ആളുകളെ ഞാൻ എങ്ങനെയായിരുന്നു നേരിട്ടിരുന്നത് എന്നത് നിങ്ങൾക്കറിയില്ലേ? അത് നിങ്ങൾ പ്രയാസമാകണ്ട, ഇതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം എന്നാണ് പറയുന്നത്. ആദ്യത്തെ രണ്ട് ആയത്തിൽ അള്ളാഹു എന്താ നിങ്ങൾ അള്ളാന്റെ അദാബ് വരുന്നതിന് തൊട്ട് നിങ്ങൾ നിർഭയരാണോ എന്ന് വെച്ചു. എന്നിട്ട് അള്ളാഹ് പറയാണ് മുൻഗാമികളെ ഇതുപോലെ കളവാക്കിയവരും കല്ലെറിഞ്ഞവരും പരിഹസിച്ചവരും ഒക്കെ ഉണ്ടായിരുന്നു. അവരെ അള്ളാഹു കൈകാര്യം ചെയ്യേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നൊരൊറ്റ പ്രഖ്യാപനമാണ്. ഈ ലോകത്ത് ഏറ്റവും വലിയ അഹങ്കാരി ഫിർഔനായിരുന്നു. അവന്റെ മേലെ ലോകത്ത് ആർക്കും അഹങ്കാരം ഉണ്ടായിട്ടില്ല. കാരണം അഹങ്കാരം തന്നെ നാലായിട്ടാണ് പ്രധാനമായിട്ടും. നാലായിട്ട് അഹങ്കാരം. അതിലെ ഏറ്റവും വലിയ അഹങ്കാരം ഒരു മനുഷ്യന് അള്ളാനേക്കാളും വലുതാണെന്ന് തോന്നല. അതാണ് ഫിർഔൻ ഏറ്റെടുത്ത അഹങ്കാരം. ഒരാൾക്ക് തോന്നും പടച്ചോനേക്കാളും വലിയതാണെന്ന്. അങ്ങനെ തോന്നുമെന്ന് വെച്ചാൽ തോന്നും. ഫിർഔൻ പറഞ്ഞത് അന റബ്ബുക്കുമുൽ അഅ്ലാ എന്നാണ്. ഞങ്ങളെ കൂട്ടത്തിൽ വലിയ പടച്ചോനാണ്, വലിയ റബ്ബാണ്. അപ്പൊ താഴെ റബ്ബിനെ അയാൾ അംഗീകരിച്ചിരിക്കണല്ലോ. ആ അഹങ്കാരം, ഇബ്ലീസിന്റെ അഹങ്കാരം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ അഹങ്കാരം. അള്ളാഹിന്റെ അമ്പിയാക്കളിൽ ഒരാളെക്കാളും വലുതാണ് എന്ന് തോന്നുക, അതും അഹങ്കാരമാണ്. ആ രണ്ട് അഹങ്കാരങ്ങളും ആ സ്പോട്ടിൽ കാഫറായി പോകുന്നതാണ്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഇനി മൂന്നാമത്തെ ഒരു അഹങ്കാരം ഉണ്ട്. അള്ളാഹുവിന്റെ മഹാന്മാരായ പണ്ഡിതന്മാർ, ആരിഫീങ്ങൾ, ഔലിയാക്കൾ, അവരെ നിഷേധിച്ചുകൊണ്ട് അവരെക്കാളും വലിയതാണെന്ന് നമ്മളും തോന്നുക. ഇപ്പൊ മദ്ഹബിന്റെ ഇമാമുകൾ അവരൊക്കെ ഖുർആനും ഹദീസും കലക്കി കുടിച്ച മഹാന്മാരാണ്. 10 ലക്ഷം ഹദീസ് മനപ്പാടുള്ള ആളായിരുന്നു അഹമ്മദ് നബി റളിയല്ലാഹു അൻഹു. അപ്പൊ നമുക്ക് അങ്ങനെ തോന്നാം നമുക്കാണ് ഇപ്പൊ ശരിക്കും ഖുർആൻ തിരിഞ്ഞത്, ഓൽക്കും തിരിഞ്ഞിട്ടില്ല. അതൊരൈറ്റ അഹങ്കാരാണ്. നാലാമത്തെ ഒരു അഹങ്കാരം ഉണ്ട്. അതേതാന്നറിയാം? അതിപ്പോ എനിക്കങ്ങനെ തോന്നാം, മൈക്കുള്ളത് ഇപ്പൊ എന്റെ വായന്റെ അടുത്തല്ലേ, നിങ്ങളൊക്കെ മുമ്പിലിരുന്ന് ഇങ്ങനെ കേക്കല്ലേ. അപ്പൊ എനിക്കിങ്ങനെ തോന്നാം നിങ്ങളെക്കാളൊക്കെ പോലത് ബാക്കി നിങ്ങൾ പറഞ്ഞാലും കുഴപ്പമില്ലല്ലോ. ഞാനല്ല ഇപ്പൊ ഈ മേറാബിന്റെ ഉള്ളിൽ ഇരിക്കണത്, എന്റെ ഇവിടെയാണ് ഇപ്പൊ മൈക്കുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്റെ ഒക്കെ വാള് കേട്ട് ഇങ്ങനെ നന്നാവാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാർ. ഞാനൊരു എന്താ സൈദിൽ വെച്ച് നിങ്ങോട് പറഞ്ഞാല് കുഴപ്പമില്ലല്ലോ. ഞാനേ പറഞ്ഞാലേ ഞാനേ മൈക്കുള്ളത് ഇപ്പൊ എന്റെ മൂക്കിന്റെ അവിടെയല്ലേ ഘടിപ്പിച്ചിരിക്കുന്നത്. തുമ്പിക്കൈ ഇപ്പൊ നമ്മളെടുത്താ ഉള്ളത്. അപ്പൊ എനിക്കിങ്ങനെ തോന്നുക നിങ്ങളെക്കാളൊക്കെ വലിയത് ഇപ്പൊ ഞാനാണ് എന്ന് തോന്നുക. അതൊരു അഹങ്കാരം. ആ ഇൽമോണ്ടും അമലോണ്ടും ഒന്നുകൊണ്ടും തോന്നാൻ പാടില്ല. അതൊരു അഹങ്കാരം. ഇത് ഏതെങ്കിലും ഒന്ന് ഒരാൾക്കുണ്ടെങ്കിൽ ആദ്യത്തെ രണ്ടെണ്ണം വന്നാൽ ആ സ്പോട്ടിൽ കാഫറാണ്. അവസാനത്തെ രണ്ടെണ്ണം സ്പോട്ടിൽ കാഫറാവില്ലെങ്കിലും ഈമാനോടെ മരിക്കാൻ വളരെ പ്രയാസമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതിലെ ഏറ്റവും വലിയ അഹങ്കാരമായിരുന്നു ഫിർഔനുണ്ടായത്. ഏറ്റവും വലിയ അഹങ്കാരം ഞാനാണ് വലിയ അടച്ചോനെന്ന്. എത്ര കാലം അയാള് വാദിച്ചു നടന്നു. അപ്പൊ അനുയായികളിൽ ചിലർ വെച്ചു, അപ്പൊ ഇവിടെ ഒഴുകുന്ന നദികളും പുഴകളൊക്കെ നിങ്ങളെ ഇങ്ങനത്തെ പ്രകാരം ഒഴുകുന്നതാണോ എന്ന് വെച്ചു. ഇവിടെ ഉള്ള പുഴകളും
ഇവിടെയുള്ള നദികളൊക്കെ എന്റെ സമ്മതപ്രകാരമാണ് ഒഴുകുന്നതെന്ന്. അയാളെ ഏത് ഭാഗത്തേക്കാണോ കൈ ചൂണ്ടിയത് ആ ഏരിയയിലുള്ള വെള്ളത്തിലിട്ടിട്ടാണ് അയാൾ അള്ളാഹു തആല മുക്കിക്കൊന്നതെന്നാണ്. എങ്ങോട്ടാണ് കൈ ചൂണ്ടിയത്? അവിടെയുള്ള പോയിന്റിൽ വെള്ളത്തിലാണ് മുക്കിക്കൊന്നത്. സുബ്ഹാനമൻജല്ല. നമ്രൂദ് ഇബ്രാഹിം നബിനെ തീയിലിട്ടിട്ട് കരിക്കാൻ ശ്രമിച്ച ആളാണ്. മൂക്കക്കൂടി ഒരു കൊതുകിനെ കയറ്റിട്ട് ആ പടച്ചോൻ പാഠം പഠിപ്പിച്ചത്. അത് മതി, അള്ളാഹ് അത് മതി. മൂക്കനുള്ളിൽ കൂടി ഒരു കൊതുകിനാണ് കയറ്റി കൊടുത്തത്. കാക്ക തല ചൊറിഞ്ഞ് 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 ഇടങ്ങറായി. ഒരു കൊതുകിനെ കൊണ്ട് പാഠം പഠിപ്പിച്ചു. 10 ദിവസം നിൽക്കാതെ ശക്തമായ കാറ്റുകൊണ്ട് പാഠം പഠിപ്പിച്ച ആളുകൾ ഉമ്മമില്ലുണ്ടായിട്ടുണ്ട്. പേന കൊണ്ട്, തവള കൊണ്ട്, തീജ്വാല കൊണ്ടൊക്കെ പാഠം പഠിപ്പിച്ച ആളുകൾ. സുബ്ഹാനമൻജല്ല. അള്ളാഹ് അങ്ങോട്ട് ഒരുങ്ങിയാലേ ഒന്നും വേണ്ട, ഒരൊറ്റ സെക്കൻഡ് പോരെ പടച്ചോന് വർപ്പിക്കാൻ. സൂറത്ത് യാസീൻ അല്ലാഹു തആല പറഞ്ഞില്ലേ, മാൻ സല്ലഗല ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുന്ദിൻ മിനസ് സമാഇ ബിമാ കാനൂ യക്സിബൂൻ. ഹബീബ് നജാറിനെ നാട്ടുകാര് ചവിട്ടിയാണ്ട് കൊന്നു, തൗഹീദ് അംഗീകരിച്ചതിന്റെ പേരിൽ. ഈസാ അലൈഹി ഇസ്ലാമിന്റെ ദൂതന്മാർ പോയി അന്താക്കയിൽ ദീനി പ്രബോധനം നടത്തിയപ്പോൾ ദൂരെ നിന്നൊരു മനുഷ്യൻ ഓടി വന്നു. ജാഅ മിൻ അക്സൽ മദീനത്തി റജുലുൻ യസ്ആ ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ ഇത്തബിഉ മൻ ലാ യസ്അലുകും അജ്റാ വഹും മുഹ്തദൂൻ. ദൂരെ നിന്ന് പട്ടണത്തിന്റെ അങ്ങേയറ്റത്തിൽ നിന്നൊരു മനുഷ്യൻ ഓടിക്കതച്ചെത്തുകയാണ്. ഈസാ നബിന്റെ ആളുകൾ അംഗീകരിച്ച തൗഹീദ് അംഗീകരിച്ചു. അതോടുകൂടി നാട്ടുകാര് തൗഹീദ് അംഗീകരിച്ചതിന്റെ പേരിൽ ഒരു മനുഷ്യനെ ചവിട്ടിയാണ്ട് കൂട്ടി, നാവിക്ക് ചവിട്ടിയിട്ട് ചരിത്രം പറയണ ഹബീബുൻ നജാറിന്റെ കൊടൽമാല പിന്ദ്വാരത്തിലൂടെ പുറത്തേക്ക് വന്നതാണ്. ചവിട്ട് കിട്ടിയിട്ട് ഈമാൻ സ്വീകരിച്ചതിന്റെ പേരിൽ ആ സ്പോട്ടിൽ ആൾ കിടന്ന് പെടഞ്ഞങ്ങോട്ട് മരിച്ചു. സ്വർഗത്ത് പോയിട്ട് പ്രസംഗിച്ച ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടാണ് ഹബീബുൻ നജാർ. സ്വർഗത്തിലാണ്ടെത്തി മരിച്ചപ്പോ അല്ലാഹു തആല അതിനുശേഷമുള്ള കഥ സൂറത്ത് യാസീനിൽ പറയുന്നുണ്ട്. മരിച്ചപ്പോ അള്ളാഹു പറഞ്ഞു, മരിച്ച ആളോട് അള്ളാഹു പറഞ്ഞു, വേഗം കണ്ട് സ്വർഗത്ത് കയറിക്കൊള്ളി. അയാളെ സ്വർഗത്ത് പോയിട്ടൊരു വർത്താനാണ്. സ്വർഗത്തിൽ പോയതിനു ശേഷം നാട്ടുകാരെ അവസ്ഥയോർത്ത് പരിതപിച്ച് അവരുടെ ദയനീയ അവസ്ഥയിൽ ഖേദിച്ചുകൊണ്ട് പ്രഭാഷണം നടത്തിയ ഹബീബുൻ നജ്ജാർ സ്വർഗത്തിലെത്തിയിട്ട് പറയുകയാണ്, യാ ലൈത ഖൗമി യഅലമൂൻ. എന്നെ ചവിട്ടിക്കൂട്ടി കല്ലെറിഞ്ഞുകൊണ്ട് നാവിക്ക് ചവിട്ടി കൊന്നുകളഞ്ഞ വിഭാഗം അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ബിമാ ഗഫറ ലീ റബ്ബി, എന്റെ റബ്ബ് എനിക്ക് എല്ലാം പുറത്തു തന്നിരിക്കുന്നു. വജഅലനീ മിനൽ മുക്രമീൻ, എന്നെ അല്ലാഹു ബഹുമാനമുള്ളവരിൽ പെടുത്തുകയും ചെയ്ത വിവരം എന്നെ ചവിട്ടിക്കൂട്ടി കൊന്നുകളഞ്ഞ നാട്ടുകാർ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഈ ആളുകളെ മുഴുവനും അല്ലാഹു തആല കൈകാര്യം ചെയ്തത് ഒരു അട്ടഹാസം കൊണ്ടാണ്. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ഏനിക്ക, അൽഹംദുലില്ലാഹ് ഓർമ്മപ്പെടുത്തിയ ഏനിക്കാന്റെ പരലോകക്ഷേമത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷമായി കൊടുക്കട്ടെ. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ചെറിയൊരു ദുആ നടത്താം. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ചീരിഞ്ഞു കൊണ്ടുവന്നത് ചായം കടി അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പൊ ഇത് ചിന്തിക്കണം. ഞാൻ ഇത് ഒന്ന് നിർത്തുകയാണ്. ചവിട്ടിക്കൊന്ന ആൾക്കാരെ നശിപ്പിക്കാൻ പടച്ചോന്റെ ഒരു സൈന്യത്തൊന്നും അയച്ചിട്ടില്ല. അങ്ങനെ അയക്കണ സ്വഭാവം അല്ലാക്കില്ല. ഒരൊറ്റ അട്ടഹാസാണ്. ഭൂമി അങ്ങോട്ട് പ്രകമ്പനം കൊണ്ടിട്ട് നാമാവശേഷമായി കഴിഞ്ഞു. ഇത് എന്നാക്ക് പണിയുള്ളൂ, ഇത്രേ പണിയുള്ളൂ. ഒന്നും ആവണ്ട. 4 കൊല്ലം മുമ്പ് നമ്മളെ അവസ്ഥ എന്തായിരുന്നു? കല്യാണം, ആർഭാടം, ചാട്ടം, ചീറ്റലും, പൊട്ടലും, ബഹളവും, കുത്തിമറിയലും, വിനോദങ്ങളും സഞ്ചാരങ്ങളൊക്കെ നിന്നിട്ട്
വീട്ടിൽ ഇങ്ങനെ മാളത്തിൽ എലി കഴിയും പോലെ കൈയല്ലായിരുന്നു. ഞാനങ്ങനെയായിരുന്നു. നിങ്ങളെ അവസ്ഥ എന്തായിരുന്നു? അഥവാ പുറത്തിറങ്ങിയ അടിയന്തര പട്ടാളം പോലീസ് ഇങ്ങനെ നടക്കില്ലായിരുന്നോ? എത്ര 2 കൊല്ലത്തോളം നമ്മൾ ഗതിയിട്ടില്ലേ? സുബ്ഹാനമഞ്ചല്ല. ഇനി ഒരു ഖുർആൻ ഇറങ്ങുകയായിരുന്നെങ്കിൽ, ഇറങ്ങൂലട്ടോ, ഇറങ്ങുകയായിരുന്നെങ്കിൽ ഈ കഥ കയ്യിലുണ്ടാവും. ഈ കഥയൊക്കെ അതിലുണ്ടാവും. കാരണം അള്ളാഹ് പാഠം പഠിപ്പിച്ചില്ലേ? 2 കൊല്ലത്തോളം നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുമോ? എത്ര ആൾക്കാർ ആത്മഹത്യ ചെയ്ത്, എത്ര ആളുകൾക്ക് ഡിപ്രഷൻ വന്നു. ഇനിയൊരു ഖുർആൻ ഇല്ലാത്തോണ്ടല്ലേ ആ കഥയിൽ പറയാത്തത്. എന്നിട്ടായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ മട്ടത്തിലായോ? ഇനിയൊരു ഖുർആൻ, ഞാൻ സൽസലത്ത് പ്രസംഗിക്കാറുണ്ട്, ഇനിയൊരു ഖുർആൻ ഇറങ്ങിയിരുന്നെങ്കിൽ ഒരു പക്ഷെ നമ്മളൊക്കെ പേരയിലുണ്ടാവും. ഇപ്പൊ ഫിർഔന്റെയും ഇതൊക്കെ പേരുള്ള മാതിരി. കാരണം ഇവരൊക്കെ പേര് പറഞ്ഞ് അള്ളാഹു തആല ശകാരിക്കുന്നത് അള്ളാന്റെ അദാബിൽ നിന്ന് പാഠം പഠിക്കാത്തോണ്ടാണ്. ബനു ഇസ്രായേൽ ജൂതന്മാർ ഇത്ര മോശമായത് എന്താ? പല സൈസ് അദാബുകൾ അള്ളാഹു തആല ഇറക്കി കൊടുത്തു, പക്ഷെ പാഠം പഠിച്ചില്ല. അവസാനം അള്ളാഹു സൂറത്തുൽ ബഖറയിൽ ഒരൊറ്റ ചവിട്ടാട് കൊടുത്ത്, ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة وإن من الحجارة لما يتفجر منه الأنهار وإن منها لما يشقق فيخرج منه الماء وإن منها لما يهبط من خشية الله وما الله بغافل عما تعملون. ഒരൊറ്റ ചവിട്ടാട്. ഹംകളെ നിങ്ങളല്ലോ പറച്ചമ്പുരാനെ നിങ്ങളല്ല പറഞ്ഞ, അല്ല മക്കളെന്നെ നിങ്ങൾ പറഞ്ഞല്ല, അവിടുന്ന് പറഞ്ഞ ആ രീതി ഞാൻ അടുത്താണ്. എത്ര കാര്യങ്ങളൊക്കെ നൽകിയിട്ട് പാഠം പഠിപ്പിച്ച് പഠിക്കാത്തവരെ നിങ്ങളൊക്കെ ഹൃദയം ഉണ്ടല്ലോ കരിമ്പാറക്കെട്ട് പോലെ കടുത്തു പോയതാണ്. നല്ല നിർത്തിയില്ല. കരിമ്പാറക്കെട്ടിനേക്കാളും കടുത്തതാണ്. കാരണം കരിമ്പാറക്കെട്ടെന്ന് ചിലപ്പം പാറ വിണ്ടുകൊണ്ട് വെള്ളം വരാറുണ്ട്. ചിലപ്പോൾ പാറകളും ഉരുണ്ട കല്ലുകളും മേലെ നിന്ന് താഴേക്ക് ഉരുണ്ട് വീഴാറുണ്ട്. കല്ലുകൾ ഉരുണ്ട് വീഴുന്നത് കേട്ടിട്ടില്ലേ? കണ്ടിട്ടില്ലേ? പത്രക്കാരൻ അത് എഴുതാനേ കഴിയൂ, നമുക്ക് നോക്കി നിൽക്കാനേ കഴിയൂ. അള്ളാഹ് അവകാശപ്പെടുന്നത് ആ കല്ല് മേലെ നിന്ന് താഴേക്ക് ഉരുണ്ട് വീഴാനുള്ള കാരണം റബ്ബിനെ പേടിച്ചിട്ടാണ്. അള്ളാനെ പേടിച്ചിട്ടാണ്. ഒക്കെ റബ്ബുമായി ബന്ധപ്പെട്ട ഇബാദത്തിലാണല്ലോ. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വ മാ ഫിൽ അർളി വ ഹുവൽ അസീസുൽ ഹകീം. ഒക്കെ റബ്ബിനെ പേടിച്ചിട്ടാ. റബ്ബുമായി ബന്ധപ്പെട്ട ഇവർക്കൊക്കെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, നമുക്കറിയില്ല എന്ന് മാത്രം. വാന്തും ലാ തശ്റു, നിങ്ങൾക്ക് അറിയില്ല. ഇവർക്ക് ദിക്റുണ്ട്, ഇബാദത്തുണ്ട്, സുജൂദുണ്ട്. വന്നജ്മു വശറു യസ്ജുദാൻ. വള്ളിച്ചെടികളും വമ്പം മരങ്ങളൊക്കെ സുജൂദ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നക്ഷത്രങ്ങളും അങ്ങനെയാണ്, കന്നുകാലികളും അങ്ങനെയാണ്. സുബ്ഹാനമഞ്ചല്ലാ. നാം മനുഷ്യന്മാർക്ക് അല്ലാഹു തആല അഖല് തന്നു. വരെക്കാളും മോശം നമ്മളാണ്. അള്ളാഹു ഏൽപ്പിച്ചൊരു പണിയുണ്ട് സൂര്യനെ. സൂര്യൻ ഇന്ന് വരെ തെറ്റിച്ചിട്ടില്ല. സൂര്യൻ അതിന്റെ സിറാത്ത് മുസ്തഖീമിലാണ് ഉള്ളത്. സൂര്യൻ എങ്ങാനും അള്ളാഹ് ഏൽപ്പിച്ച ഡ്യൂട്ടി തെറ്റിച്ചാൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. സൂര്യനെ അള്ളാഹു ഏൽപ്പിച്ചൊരു ഡ്യൂട്ടി ഉണ്ട്. വശംസു തജ്രീ മുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം. ആ സൂര്യന്റെ സിറാത്ത് മുസ്തഖീം അതിന് നിശ്ചയിച്ച പ്രണബന്ധത്തിലൂടെ നടക്കലാണ്. അതിലൂടെ തന്നെയാണ് ചലിക്കുന്നത്. ട്രാക്ക് മാറിയാൽ ഭൂമിയിൽ നമുക്ക് അപകടമാണ്. സിറാത്ത് മുസ്തഖീം ഇന്ന് വരെ സൂര്യൻ തെറ്റിയിട്ടില്ല. സിറാത്ത് മുസ്തഖീം തെറ്റിച്ചത് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് 17 പ്രാവശ്യം പഠിച്ചവനോട് ദ്വാരക്കണേ നമ്മളാണ്. അള്ളാഹ് നമ്മളെ ഏൽപ്പിച്ച ട്രാക്കിലൂടെ അല്ലേ നമ്മള് പോകുന്നത്. ട്രാക്ക് തെറ്റുമ്പോ അള്ളാഹു തആല പ്രഹരം തരും, അദാബ്. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ രക്ഷ, ഇല്ലെങ്കിലോ ജൂതന്മാരെ പട്ടികയ്ക്ക് തട്ടും. ഏത്? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറയും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് വളരെ ഭീകരമായ സംഗതിയാണ്, ഗൗരവത്തിലാണ് പടച്ചവൻ ഉണർത്തുന്നത്. വലഖദ് കദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം ഫകൈഫ കാന നകീർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുള്ള സമാധാനമാണ്, ആശ്വസിപ്പിക്കലുമാണ്. ഈ കളിയാക്കലും ട്രോളന്മാരും പരിഹസിക്കുന്നവരും നിഷേധിക്കുന്നവരും കല്ലെറിയുന്നവരും അടിക്കുന്നവരും കൊല്ലാൻ ശ്രമിക്കുന്നവരും വഞ്ചിക്കുന്നവരും പാരവെക്കുന്നവരും പൂരനടിക്കുന്നവരും സംഘട്ടനത്തിന് വെല്ലുവിളിക്കുന്നവരും സംഘർഷത്തിന് ആയുധം മൂർച്ച കൂട്ടുന്നവരും മാരണപ്പണി നടത്തിയിട്ട് കൊല്ലാൻ ശ്രമിക്കുന്നവരും ഇത് നേരത്തെയും അമ്പിയാക്കൾ നേരിട്ടതാണ് നബിയേ. അവരിൽ പലരെയും പടച്ചവൻ നശിപ്പിച്ചത് അങ്ങേക്കറിയില്ലേ? അതുകൊണ്ട് സമാധാനിച്ചു നബിയേ.
ഇവരെയൊക്കെ സമയമായാൽ കൈകാര്യം ചെയ്യാൻ റബ്ബിന് കഴിയുന്നതാണ് യാ റസൂലല്ലാഹ്. അക്രമം അല്ലാഹു തആല ആഖിറത്തേക്ക് നീട്ടിയേക്കൂല, അഡ്വാൻസ് ഡോസ് ഇവിടുന്ന് കൊടുക്കുന്നതാണ്. ഇതെല്ലാരും ഒന്ന് മനസ്സിലാക്കണമല്ല. അക്രമികൾക്ക് അല്ലാഹു തആല ആഖിറത്തിന് കൊടുക്കണതിന് പുറമെ അഡ്വാൻസ് ഡോസ് ഇവിടുന്ന് കൊടുക്കുന്നതാണ്. അക്രമം എന്ന് പറഞ്ഞാൽ ആർഭാടൊരു അക്രമമാണ്. പൈസ അല്ലാഹ് തരുമ്പോ കല്യാണം മുമ്പിൽ വരുമ്പോ അത് വെച്ചിട്ട് ആർഭാടം നടത്താം. ഇതൊക്കെ ഒരു സൈസ് അക്രമം തന്നെയാണ്. അവരൊക്കെ നിങ്ങൾ സർവേ ചെയ്തോളി. ഈ ദുന്യാവെന്ന് പാഠം പഠിപ്പിച്ചിട്ടല്ലാതെ അല്ലാഹു തആല വിട്ടിട്ടില്ല. ഞാൻ ഒരിക്കൽ ഒരു നാട്ടിൽ വാദനായപ്പോ ഞാൻ ഇതിന്റെ ചില പ്രസംഗത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു മുതലാളി ചെയ്തത് കല്യാണത്തിന് വന്ന് ഭക്ഷണം കഴിച്ച ആളുകൾക്ക് കൈ കഴുകാനുള്ള വെള്ളം സർവത്തുള്ള അഹങ്കാരത്തിന്റെ ഊപ്പ് നോക്കാൻ നിങ്ങൾ. കല്യാണത്തിന് വന്നിരുന്ന ആളുകൾക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം സർവത്തുള്ളം, അത് സ്വാഭാവികമാണ്, കൊടുക്കണമല്ലോ. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം കൈ കഴുകുന്ന വെള്ളം പഞ്ചസാര കലക്കിയിട്ട് സർവത്തുള്ള. കാരണം എന്താ? ജനശ്രദ്ധ പിടിച്ചു വച്ചാൽ ചാക്ക് കണക്കിന് പഞ്ചസാര ടാങ്കിൽ കൊണ്ടുപോയി കൊട്ടുക, എന്നിട്ട് വെള്ളം കലക്കിയിട്ട് അതുകൊണ്ട് കൈ കഴുകുക ആളുകൾ. ആ നാട്ടുകാരനോട് പറഞ്ഞു, അയാൾ മരിക്കണ സമയത്ത് ഒരു രോഗം വന്നു എന്നാണ്. ഡോക്ടർമാർ പറഞ്ഞു ഒരു മരുന്നുകൊണ്ടും ഫലമില്ല, മൂത്രം കുടിച്ചാൽ ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ. ഈ മനുഷ്യൻ മൂത്രം കുടിച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോ മരിച്ചുപോയി. ആ മൂത്രം കുടിച്ചതുണ്ടല്ലോ, അത് ആ സർവ്വത്തോളത്തിന്റെ സൈഡ് എഫക്റ്റാണ്. ഇവിടെ നിന്ന് അല്ലാഹു തആല കാണിച്ചു കൊടുത്തിട്ടേ ബാക്കി പോകും. കാസർഗോഡ് നിന്ന് കുറച്ച് കുട്ടികളിനോട് പറഞ്ഞു, ആ വീട് നോക്കണം ഉസ്താദേ. എന്താ? ആ വീട്ടിലാണ് പുതിയണ്ണും പുതിയാപ്പിളയൊക്കെ കൂടി മണിയറേക്ക് പോകുന്ന സമയത്ത് ആ യാത്രയിൽ ആർഭാട വണ്ടി ഇടിച്ചിട്ട് ഒക്കെ അറുത്തിട്ട് ആടിനെ പോലെ റോട്ട് കിടന്നിട്ട് പെടഞ്ഞു മരിച്ചു ആക്സിഡന്റില്. അത് ആ വീട്ടിലാണ്. കാര്യം എന്തേ നിങ്ങളെ അയാതി കല്യാണം. ഇതിലൊക്കെ ഒരു സംഗതി ഉണ്ട്. നമ്മൾ വലിയ ആർഭാട കല്യാണമൊക്കെ നടത്തുമ്പോഴേ ആ മഹലിൽ തൊട്ടടുത്തൊക്കെ ഉണ്ടാവും 1 പവൻ കഴുത്തിൽ അണിയാൻ കഴിയാത്തോണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത പെൺകുട്ടികൾ. നമ്മളെ മക്കൾ ആഭരണ വിഭൂഷതകളായി നല്ല ആഡംബര വണ്ടിയിൽ കയറ്റിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റി പൈതലിങ്ങനെ ജനലിനെ കൂടി നോക്കിയിട്ട് കണ്ണീരിങ്ങനെ തുറക്കുണ്ടാവും. എനിക്ക് 150 പവനോ 200 പവനൊന്നും വേണ്ട, അതിന് 2 കമ്മലുണ്ടെങ്കിൽ ഞാൻ എന്നോ പോയിരുന്നല്ലോ റബ്ബേ. ഇവരൊക്കെ ഈ നാട്ടിലുള്ള ആൾക്കാരാണ്. ആ കണ്ണീരുണ്ടല്ലോ നമ്മളെ മക്കൾക്ക് തൊട്ടാക്കൂല, ഒരു സംശയം വേണ്ട. ആ കണ്ണീര് തൊട്ടാക്കൂല, അതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടല്ലോ മാന്യന്മാര് മുതലാളിമാര് സ്വന്തം മക്കളെ കെട്ടിക്കുമ്പോ 2-3 എത്തിയും കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ കണ്ടിട്ടില്ലേ? അവരൊക്കെ നല്ല സുഖത്തിലും സ്വസ്ഥയിലായിരിക്കും. എന്റെ അടുത്ത് ഇപ്പടുത്തൊരു മുതലാളി വന്നിരുന്നു, വലിയ മുതലാളി, കേരളം കണ്ടതിൽ വലിയ മുതലാളിമാരെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. മോളെ നിക്കാഹാണ്, നിങ്ങൾ പ്രസംഗിക്കാൻ വരണമെന്നാണ്. ഞാൻ പറഞ്ഞു നിക്കാനേ വരില്ല. അപ്പൊ അയാളെ എന്തെന്ന് വെച്ചു, നിങ്ങളെ വീട്ടിലെ കല്യാണത്തിന് എനിക്ക് ഇരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ പറഞ്ഞു. നല്ല ചായക്കെ കൊടുത്ത് നല്ലക്ക് പറഞ്ഞു. എന്തേന്ന് വെച്ചു, തലേന്ന് ഗാനമേള ഉണ്ടാവില്ല എന്ന് വെച്ചു. അപ്പൊ ചിരിക്കുകയാണ്. തലേന്നത്തെ ഗാനമേളക്ക് പിറ്റേന്ന് നമ്മൾ പോയി പ്രസംഗിക്കാൻ നമ്മളെന്താ പോന്താ നേന് കിട്ടൂല. പോയാ ചിലപ്പോ 10,000, 25,000, 30,000 രൂപ കിട്ടും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് കാര്യം ഞാൻ പോയില്ല. പക്ഷെ അയാൾ ഒരു നന്മ ചെയ്തിരുന്നു. എന്താന്നറിയോ? സ്വന്തം മോളെ കെട്ടിക്കണ ആ ദിവസം ഒരു 5-8 പാവങ്ങൾ കെട്ടിച്ച ഫോട്ടോ പേപ്പറിൽ കണ്ടിരുന്നു. അത് നല്ലതല്ല, അത് നല്ലതാണ്, അത് നല്ല. അതുകൊണ്ട് അല്ലാഹു തആല എന്തെങ്കിലും കാവല് കൊടുത്താ കൊടുത്തു. ഇതൊക്കെ മിനിമിനി അഹങ്കാരത്തിന്റെ രൂപങ്ങളാണ്. കയ്യിലുള്ള പൈസ കൊണ്ട് കൂത്താട് ആർഭാടം നടത്തുക. അവിടെയും നക്കീർ, ആഖിറത്തിലേക്ക് നീട്ടിവെക്കാത്ത ശിക്ഷകൾ വരാൻ സാധ്യതയുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കാരണം എന്താ വെച്ചാല് ഇബ്ലീസ് അള്ളാന്റെ റസൂല് ജനിച്ച ഉടനെ പൊട്ടി കരഞ്ഞപ്പോ അനുയായികൾ ചോദിച്ചു, എന്താ ഈ കരയുന്ന, എന്താ പ്രശ്നം എന്ന് വെച്ചു. അപ്പൊ ഇബ്ലീസ് പറഞ്ഞു, എല്ലാരെയും സ്വർഗത്തേക്ക് ക്ഷണിക്കുന്ന ആള് വന്നുപോയി, നമ്മളെ പരിശ്രമമൊക്കെ ബാത്തിലാകണം. അപ്പൊ എല്ലാരും ഇങ്ങനെ ആശങ്കാകുലരായി നിൽക്കണം. ഇബ്ലീസിനെ പേടിക്കണ്ട, നിങ്ങളൊരു 3 കാര്യം അവരെ കൊണ്ട് ചെയ്യിച്ചാൽ മതി, ബാക്കി ഞാനായിക്കൊള്ളാം അവന്റെ നരകത്തിൽ എത്തിക്കാർ. എന്താണ്? 1, അഖ്ദുൽ മാലി മിൻ ഗൈരി ഹഖ്ഖിഹി, അവകാശമില്ലാത്ത പൈസ, ജനങ്ങളെ പിഴിഞ്ഞ് പൈസ ഉണ്ടാക്കുക, പലിശയിലൂടെ പൈസ ഉണ്ടാക്കുക.
ഇങ്ങനെ ഉണ്ടാക്കുന്ന പൈസ. അഖ്ദുൽ മാലി മിൻ ഗൈരി ഹഖ്ഖി വഇൻഫാഖു അലാ ഗൈരി ഹഖ്ഖി. അല്ലാഹ് പൊരുത്തപ്പെടാത്ത മാർഗത്തിലൂടെ ആർഭാടത്തിനും മറ്റുള്ളതിനും ചെലവഴിക്കുക. ആർഭാടത്തിന് അത് കല്യാണം കൊണ്ട് ഒരു മണ്ണ് ശ്രദ്ധിച്ചാൽ മതി. കൂത്താട്ടം, യാ റബ്ബ്, നല്ല നല്ല മനുഷ്യന്മാര് നെറ്റത്തെ താമ്പുണ്ടാവും, മോളെ ഇറക്കുമ്പോ അവരൊക്കെ കാട്ടിക്കൂട്ടുന്ന ഹറാമ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാന്റെ പൊരുത്തല്ലാത്ത രൂപത്തിൽ പൈസ ചെലവാക്കുക. പൊരുത്തത്തിന് വേണ്ടിയുള്ള സ്ഥലത്ത് ഒന്നും ചെലവാക്കാതെ പിടിച്ചു വെക്കുക. ഈ മൂന്നെണ്ണം ഉണ്ടെങ്കിൽ നരക ഉറപ്പാണ്, ഈമാൻ തൂറ്റിപ്പോകും എന്നത് ഷുവറാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അവർക്കൊക്കെ ദുന്യാവിൽ അള്ളാഹു അഡ്വാൻസ് ഡോസ് നേരത്തെ കൊടുത്തിട്ടുണ്ട്, നീ കൊടുക്കും ചെയ്യും, എന്നിട്ടേ മരിപ്പിക്കുള്ളൂ. കാരണം ഇതിന് അങ്ങനെ ഒരു സംഗതി ഉണ്ട്. വലഖദ്, ഇത് നേരെ അർത്ഥമല്ല, അതിന്റെ ധ്വനിയാണ്. വലഖദ് കദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം ഫകൈഫ കാന നകീർ. ഫിർഔനും ഹാമാനും മാത്രമല്ല, നമ്രൂദ് മാത്രമല്ല, അബൂജാഹില് മാത്രമല്ല, ഉത്ബത്ത് മാത്രമല്ല, അബ്രഹത്തിന്റെ ആനപ്പട മാത്രമല്ല, പാഠം പഠിപ്പിച്ചത് എത്ര പേരെയാണ് ആഗോളാടിസ്ഥാനത്തിൽ നോക്കിയാൽ കാണാത്ത കൊറോണ എന്ന വൈറസ്. നിലവിൽ ആ വൈറസിനെ 50,000 വലുപ്പത്തിൽ, അതാ വലുപ്പം കൂട്ടിയാൽ മാത്രമേ മനുഷ്യന്റെ കണ്ണുകൊണ്ട് പിടിക്കാൻ കഴിയുന്ന അവസ്ഥയിലുള്ള, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത മനുഷ്യന് നേരിട്ട് കാണാൻ കഴിയാത്ത ഒരു കൊച്ചു സാധനം ഉണ്ട് എന്ന് ഉള്ളവർ, അത് കണ്ടവർ പറഞ്ഞത് കൊണ്ട് മാത്രം വിശ്വസിക്കാൻ വിധിക്കപ്പെട്ട ഈ ചെറിയ സാധനം കൊണ്ട് ലോകത്തെ മുഴുവനും പടച്ചവൻ പാഠം പഠിപ്പിച്ചത് 2 കൊല്ലമല്ലേ? فكيف كان نكير فكيف كان نكير. അല്ലാഹുവിന് ഇതിനൊന്നൊരു പണിയില്ല. വലഖദ് കദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം ഫകൈഫ കാന നകീർ. അതുകൊണ്ട് അള്ളാഹുവിന്റെ പാഠം പഠിപ്പിക്കൽ പ്രഹരം വരുന്നതിന് മുമ്പ് കാര്യം കണ്ടെത്തി ഖേദിച്ച് അവനിലേക്ക് മടങ്ങുക എന്നതാണ് ഭാഗ്യമുള്ള ആളുകളുടെ രക്ഷാവാതിൽ. അള്ളാഹു അത് തുറന്നു കിട്ടുന്ന കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തട്ടെ. ഒന്ന് തരിപ്പിയാ പോരെ. ഞാനിപ്പോ 2 ദിവസം ഒരു വീഡിയോ കണ്ട് എല്ലാരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്, ജോറായി തിന്നാണ്, ജോറായി ചിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ ഒരാൾക്ക് തരിപ്പാണ്. ആ തരിപ്പിയ ആള് പെട്ടെന്നാണ്ട് ശ്വാസം എടുക്കാൻ കഴിയാതെ തരിപ്പിപ്പോ പൊട്ടി പൊട്ടി കൂത്താടി ചിരിച്ചിരുന്ന ആളുകളോടൊക്കെ ചിരി നിന്നു. പിന്നെ കരച്ചിലായി, ശക്തമായി വീട്ടുകാരൊക്കെ കൂടി കരയുമ്പോ ഈ തരിപ്പിയ ആള് അവരെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് മരിച്ചു. ഇന്നലെ ആ പരിപാടിക്ക് പോയ സ്ഥലത്ത് എന്റെ നേരെ മുമ്പിൽ എന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന ആള് തരിപ്പി. അതിലെനിക്ക് ബേജാറായി. എനിക്ക് ഈ വീഡിയോ കണ്ട രംഗാണ്ട് ഓർമ്മ വന്ന് പിന്നെയും തരിപ്പി. അതിൽ ഞാൻ ഭക്ഷണം കഴിക്കൽ നിർത്തി. ഞാന് ബേജാറായപ്പോ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൾ ഇന്നെങ്ങനെ നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ബേജാറ് കൂടാൻ കാരണം 2 ദിവസം മുമ്പിൽ ഇതേപോലത്തെ രംഗം ഞാൻ കണ്ടിരിക്കണത്. ലാസ്റ്റ് അവിടെ എത്തുമെന്ന് പേടിച്ചിട്ടാണ് വിചാരിച്ച്. നോക്കുമ്പോ എത്തിയിട്ടൊന്നുമില്ല. ഏതായാലും ഒന്ന് തരിപ്പിയ പോരെ, കാര്യം കഴിഞ്ഞില്ലേ. നമ്മൾ അത്ര അടുത്തല്ലേ മരണം. ഒന്ന് തരിപ്പിയ പോരെ. മേപ്പെട്ട് വലിച്ച് ശ്വാസം കീപ്പെട്ട് കിട്ടിയില്ലെങ്കിൽ പേര് മയ്യിത്തായില്ലേ. ഇവിടെ അല്ലപ്പോ നമ്മളെ ജീവിതം ശ്വാസത്തിനല്ലേ. ശ്വാസം പിൻവലിക്കപ്പെട്ട പേര് മാറിയില്ല, മയ്യിത്തായില്ലേ. എന്നെപ്പോ നിങ്ങൾ ഖത്തീബ് നിൽക്കും, അല്ലെങ്കിൽ റഹ്മാനി നിൽക്കും, അല്ലെങ്കിൽ ഉസ്താദ് നിൽക്കും. എന്റെ പെണ്ണുങ്ങൾ എന്നെ ഭർത്താവ് നിൽക്കും, എന്റെ മക്കൾ എന്നെ വാപ്പ നിൽക്കും, ശിഷ്യന്മാര് ഉസ്താദ് നിൽക്കും. ഇങ്ങനെ വിളിക്കണേ ശ്വാസം ഉള്ളതുകൊണ്ടല്ലേ. ശ്വാസം പോയ എല്ലാവർക്കും മയ്യിത്തല്ലേ. അപ്പൊ അതിന്റെ എത്ര അടുപ്പ. ഒരു ചെരുപ്പിനോട്, ചെരുപ്പിന്റെ വാറ് കാലിനോട് ഉരസി നിൽക്കുന്നതിനേക്കാളും മനുഷ്യനോട് മരണം ഉരസി നിൽക്കാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. ഒരിക്കൽ വെള്ളത്തിന്റെ അടുത്തേക്ക് ഒതുക്കാൻ ഇറങ്ങിയ സമയത്ത് റസൂലുള്ളാഹി ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് മണ്ണെടുത്ത് ദാനം ചെയ്തു. വെള്ളം കുറച്ച് അപ്പുറമാണ്. ഈ കണ്ട സഹാബാക്കൾ വെച്ച് മുത്തനബിയെ ഒന്നു ചെയ്യാൻ പോവല്ലേ, തൊട്ടടുത്ത് വെള്ളമില്ലേ എന്ന് വെച്ചു. അപ്പൊ അള്ളാഹു റസൂൽ പറഞ്ഞു, ഞാൻ ആ വെള്ളമുള്ള സ്ഥലത്തേക്ക് എത്തുന്ന എനിക്ക് എന്താ ഉറപ്പ് എന്ന് വെച്ചു. ഞാൻ ആ വെള്ളമുള്ള സ്ഥലത്തേക്ക് എത്തുന്ന എനിക്കെന്താ ഉറപ്പ് എന്ന് വെച്ചു. അത്ര മനുഷ്യന് മരണത്തിന് വേണ്ടി ഒരുങ്ങണമെന്നല്ലേ പഠിപ്പിക്കണേ. എല്ലാം മറന്ന് കൂത്താടുമ്പോ ഈ ആയത്ത് ഈർച്ചവാൾ പോലെ നമ്മുടെ ആർത്തിയുടെ മൂർധാവിൽ തൂങ്ങിക്കിടക്കാണ്. അത് മറക്കരുത്. അള്ളാഹു ഈ ബോധം നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഈ ബോധം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് ഒരു കല്യാണം നടത്തുമ്പോ ഇത് പടച്ചോ നിന്ന പൈസയാണെന്നുള്ള ബോധത്തിൽ അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി അന്നിക്കാഹു മിൻ സുന്നത്തി എന്ന കോലത്തിലാക്കാൻ നമുക്ക് നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ഞാൻ എൻ്റെ ഏത് കുടുംബത്തിലാണെങ്കിലും ആർഭാടത്തിന്റെ തരിമ്പുണ്ട് എന്ന് പറഞ്ഞാൽ ഏരിയക്ക് പോത്താളാണ്.
ഇവർക്ക് എല്ലാവർക്കും അറിയാം. കല്യാണത്തിന് ആർഭാടത്തിന്റെ ഒരു തരിമ്പുണ്ട് എന്ന് കേട്ടാൽ എന്റെ ഏത് കുടുംബമാണെങ്കിലും അവിടെ ഞാൻ ചവിട്ടൂല. ഇല്ല എന്ന് മനസ്സിലാക്കി പോയോടത്ത് ഉള്ളതായിട്ട് തോന്നുകയാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പോരും ചെയ്യും. അങ്ങനെ എന്റെ പരിപാടി. കാരണം അവിടെ ഇരിക്കാൻ എനിക്ക് കഴിയില്ല. പൈസ കൊണ്ട് കൂത്താടുന്ന സ്ഥലത്ത് ഇരിക്കാൻ നമുക്ക് കഴിയില്ല. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അദാബ് ഇറങ്ങുകയാണെങ്കിൽ എല്ലാവരും പെട്ടുപോകും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. പള്ളിന്റെ തൊട്ടടുത്ത്, ഖബറുകളുടെ തൊട്ടടുത്തൊക്കെ കല്യാണം നടത്തുമ്പോൾ ആവശ്യമില്ലാത്ത പാട്ടും പാടി കൂത്താടുന്നവരൊക്കെ ശ്രദ്ധിക്കണം. ഇങ്ങനൊന്നും ചെയ്യരുത്, അള്ളാഹുവിന്റെ അദാബ് വരും. ഒരു നാട്ടിൽ കൂത്താടുമ്പോ, പണം കൊണ്ട് കൂത്താടുമ്പോ പടച്ചോന്റെ അദാബ് വരും. ആരാണെങ്കിലും ഒക്കെ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അള്ളാഹു നമുക്കൊക്കെ അള്ളാഹിന്റെ അദാബ് ആർഭാടം കൊണ്ടും അഹങ്കാരം കൊണ്ടും ഏറ്റെടുക്കേണ്ടി വരുന്ന നിർഗുണ പട്ടികയിൽ നിന്ന് പടച്ചോന്റെ ഔദാര്യം കൊണ്ട് നമുക്ക് സലാമത്ത് പ്രദാനം ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അള്ളാഹുവെ പറഞ്ഞതും കേട്ടതും കബൂലാക്കണേ റബ്ബേ. അള്ളാഹുവെ ഇതിന്റെ സവാബുകൾ അത്രയും നിന്റെ അഹബിന്റെ ഹദ്റത്തിൽ എത്തിക്കണേ അല്ലാ. മറ്റ് അമ്പിയാക്കൾ, മുർസലീങ്ങൾ, അസ്ഹാബ്, ഖവാസിൽ എത്തിക്കണേ അല്ലാ. പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തിൽ എത്തിക്കണേ അല്ലാ. മിനിഞ്ഞാന്ന് മരിച്ചുപോയ നോക്കാന്റെ ഖബറിലേക്ക് നീ എത്തിക്കണേ റബ്ബേ. അള്ളാഹുവേ അവരുടെ ഖബറിനെ സന്തോഷമാക്കി കൊടുക്കണേ അല്ലാ, സൗഗന്ധികമാക്കി കൊടുക്കണേ അല്ലാ, സൗഭാഗ്യമാക്കി കൊടുക്കണേ അല്ലാ, പ്രകാശമാക്കി കൊടുക്കണേ അല്ലാ, പ്രവിശാലമാക്കി കൊടുക്കണേ അല്ലാ, അദാബുകളിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ മറ്റ് ഒരുപാട് മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്ത് ഇതിന്റെ ചുറ്റുഭാഗത്ത് കിടക്കുന്നവരാണ്. അള്ളാഹുവെ ഞങ്ങളെപ്പോലെ ജീവിച്ച്, ഞങ്ങളെ കൂടെ ജീവിച്ച്, ഞങ്ങളെ മുന്നിലും പിന്നിലും ഇടതും വലതുമായി നടന്നിരുന്ന ആളുകൾ, വീട്ടിൽ ഒരുപോലെ കഴിഞ്ഞിരുന്നവര്, നിങ്ങളെ തീറ്റിപ്പോറ്റി നോക്കി വളർത്തിയ ആളുകൾ, ഞങ്ങളെ നൊന്ത് പ്രസവിച്ച ഉമ്മമാര് പലരും ഖബറിലാണ് റബ്ബേ. അവർക്ക് ഖബറിനെ സ്വർഗമാക്കി കൊടുക്കണേ അല്ലാ. ഈ പാവങ്ങളായ അടിയങ്ങൾ ഒന്നുമല്ലാതെ മൂക്കിൽ കുറച്ച് പഞ്ഞുമായി വരുമ്പോ ഞങ്ങളെ ഖബറിൽ നീ സ്വീകരിക്കണേ അല്ലാ. നീ ഞങ്ങളെ ഒഴിവാക്കല്ലേ റബ്ബേ. പ്രഭാത സമയത്ത് ഖുർആൻ കേൾക്കാൻ ഓടി വരുന്ന മുഅ്മിനീങ്ങളെ ഏറ്റെടുക്കണേ അല്ലാ. ഞങ്ങൾ ആഖിർ സമാനിലാണ്, ഞങ്ങൾക്കൊരു തുമ്പുമില്ല, ഞങ്ങൾക്ക് യാതൊരു നിന്നിലേക്ക് അടുക്കാനുള്ള വഴികളൊക്കെ അടഞ്ഞതുപോലെയുള്ള സമാനാണ്. ഖുർആന്റെ വെളിച്ചമനുസരിച്ചുകൊണ്ട് നിന്റെ പൊരുത്തത്തിലായി കഴിയാൻ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, ലഹരി ആറാടുകയാണ്, സക്സ് നൃത്തമാടുകയാണ്, ആർഭാടങ്ങൾ പൊടിപൊടിക്കുകയാണ്, എതിരെ പറയുന്നവർ ഒറ്റപ്പെടുകയാണ്. പക്ഷേ ഞങ്ങൾക്ക് ദഅവത്തിന് ഇനി കൂട്ടാളികളെ നൽകണേ അല്ലാ. ദഅവത്തിന് നീ കൂട്ടാളികളെ നൽകണേ അല്ലാ. ദഅവത്തിന് നീ മുഅ്മിനീങ്ങളെ നൽകണേ അല്ലാ. ഈ മഹലിൽ തന്നെയും പിന്നാലെ താങ്ങും തണലുമായി നിൽക്കുന്ന ഭാരവാഹികളുണ്ട്, നാട്ടുകാരുണ്ട് റബ്ബേ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റബ്ബേ. നിന്റെ ആളാണെന്ന് മനസ്സിലാക്കി ഞങ്ങളെ എല്ലാ വിഷയത്തിലും സ്നേഹിച്ച്, സഹകരിച്ച്, സന്തോഷിപ്പിച്ച്, സേവനം ചെയ്ത് സഹായിച്ച് നിൽക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, പ്രായമുള്ളവരുണ്ട്, ഓടി നടക്കുന്നവരുണ്ട്. അവരുടെ ബിസിനസ്സിലൊക്കെ ബറക്കത്ത് നൽകണേ റബ്ബേ. യാത്രയിൽ സുരക്ഷിതത്വം നൽകണേ അല്ലാ റബ്ബേ. പ്രവാസികളുടെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. കടലിലേക്ക് മത്സ്യബന്ധനത്തിന് അരച്ചാണ് വേറിന് വേണ്ടി കെട്ടിയവളെ കുട്ടികളെ പോറ്റാൻ വേണ്ടി പോയി പാടുപെടുന്നവരുണ്ട്. അല്ലാ, കുറച്ചായി മത്സ്യസമ്പത്തിൽ വല്ലാത്ത ഇടിവാണ്, പലരും പട്ടിണിയുടെ വക്കിലാണ്. നീ സലാമത്താക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ഈ പ്രഭാത ആത്മീയ വൈജ്ഞാനിക വിരുന്നില് ഒരു ദിവസവും ഒഴിയരുത് എന്ന് നിയ്യത്ത് വെച്ചുകൊണ്ട് ദൂരെ നിന്നും അടുത്തു നിന്നുമായി വരുന്നവരുണ്ട്. എല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ. സുരക്ഷിതത്വവും സന്തോഷവും നൽകണേ അല്ലാ. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. അപകടത്തിൽ പെടുത്തല്ലേ അല്ലാ. പെടുന്നനെ മരിപ്പിക്കല്ലേ അല്ലാ. اللهم انصر أمة سيدنا محمد وارحم أمة سيدنا محمد تجاوز عن أمة سيدنا محمد
اجعلنا من خيار أمته ومن محبيه يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على آله وصحبه أجمعين. سبحان ربك. السلام عليكم.